സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഇവിടെ ക്ഷണിച്ച പോലെ ബഹുമാനായ മന്ത്രി എന്ന നിലയിലല്ല. എൻ്റെ ദീർഘകാല സുഹൃത്ത്, സഖാവ്, കേരളത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ആൾരൂപം, സാംസ്കാരികമായ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും സജീവമായ മുഖം ഒക്കെ ആയിട്ടുള്ള പ്രിയ സുഹൃത്ത് സുനിലിൻ്റെ പ്രിയ സുഹൃത്ത് എന്ന നിലയിലാണ് ഞാൻ ഈ ദൗത്യം നിർവഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ പുസ്തകം അദ്ദേഹം ഏറ്റുവാങ്ങുകയുണ്ടായി. ആദ്യം സുനിലിനോട് ഞാൻ ഈ പുസ്തകം സ്വീകരിക്കണം, MA ബേബി പ്രകാശനം ചെയ്യുന്നെന്ന് പറഞ്ഞ് ഞങ്ങൾ തീയതി കണ്ടു. അപ്പം അതേ ദിവസമായിരുന്നു KNRൻ്റെ പുസ്തകം, രവീന്ദ്രനാഥ സേവാൻ്റെ പുസ്തകവും അവിടെ പ്രകാശനം ചെയ്യുന്നത്. പിന്നെ ഒത്തു വന്ന ദിവസം പിന്നെ സുനിലിനൊരു ദിവസം ഒത്തുവരൽ കുറച്ച് കടുപ്പാണല്ലോ. അപ്പോൾ അത് വേറെ പ്രഭാഷണങ്ങളുടെ ധൃതിയായിരുന്നു. എന്നാൽ വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ ആ പരിപാടി മാറിയപ്പോൾ അദ്ദേഹം തന്നെ നേരത്തെ നിശ്ചയിച്ചതുപോലെ ആ പുസ്തകം ഏറ്റുവാങ്ങിയുണ്ടായി. പറവൂര് പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനേക്കാളും സുനിലിന് വേണമെങ്കിൽ എറണാകുളത്ത് എപ്പോഴും ചെയ്യും. പക്ഷെ എപ്പോഴും ഇവിടെ തന്നെയാണ് പ്രകാശനം. ഞാനിപ്പോൾ രണ്ടാമത്തേതാണ് എൻ്റെ മാർക്സിസത്തിൻ്റെ വീണ്ടെടുപ്പുകൾ, ആധുനിക വിമർശനവും. MA ബേബി പ്രകാശനം ചെയ്ത ചടങ്ങിലും പങ്കെടുക്കാൻ എനിക്ക് സന്ദർഭം ലഭിച്ചിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു 4 ദശകത്തിൻ്റെ ഹൃദയ ബന്ധമുണ്ട്. വിദ്യാർത്ഥിയായിരുന്ന കാലം, അന്നത്തെ ബന്ധത്തിൻ്റെ ഒരു തീവ്രത അത് ജീവിതത്തിൽ എപ്പോഴും നമ്മളെ പിന്തുടരും. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു അനുഭവം ലോകത്ത് എവിടെ പോയാലും പെട്ടെന്നൊരു വിളി വരും. ഞാൻ നയാഗ്ര വെള്ളച്ചാട്ടത്തിന് താഴെ നിൽക്കുമ്പോൾ സഹാവേ എന്ന് പറഞ്ഞൊരു വിളി വന്നു. നോക്കിയപ്പോൾ കൊല്ലം TK എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചൊരു SFIക്കാരനാണ്. ഇപ്പോൾ സുനിലിപ്പോൾ ലോകമാകെ പര്യടനം നടത്തിയിട്ടുണ്ട്. എവിടെ പോയാലും നിരൂത പറഞ്ഞ പോലെ ലോകത്തെമ്പാടുമുള്ള അപരിചിതരുമായി നീ എനിക്ക് സൗഹാർദ്ദം നൽകി എന്ന് പറഞ്ഞ ആ സൗഹാർദ്ദം ഉറപ്പിക്കുന്നത് ഏറ്റവും തീവ്രമായി ആ പ്രായത്തിൻ്റെ കൂടി പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് വിദ്യാർത്ഥി ജീവിതകാലമാണ്. അന്ന് മുതലുള്ള അടുപ്പമാണ്. സുനിൽ ഞങ്ങൾ അന്നേ ആദരവോടും വലിയ സ്നേഹത്തോടും കണ്ടിരുന്ന വ്യക്തിത്വമാണ്. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മഹാരാജാസിലേക്ക് വരുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി പ്രതിഭയൊക്കെയായ ഒരാൾ, അങ്ങനെ ഒരാൾ മഹാരാജാസിലേക്ക് വന്ന് 2 തവണ തുടർച്ചയായി അവിടെ ചെയർമാനായി. അതിൻ്റെ ജീവിതം ഞങ്ങളെല്ലാം ടെൻ സെൻറ്ററിൽ ജീവിതകാലം അപ്പോൾ ഒന്നിച്ച് തന്നെയുള്ള ആ കാലഘട്ടത്തിൻ്റെ തീവ്രമായ ബന്ധം അതന്നും ഇന്നും ഒരേപോലെ തന്നെ സൂക്ഷിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ അന്ന് എനിക്ക് അല്ലെങ്കിൽ അറിയാതിരുന്ന ഒരു കാര്യം പുസ്തകം വായിച്ചപ്പോഴാണ് മനസ്സിലായത്. പ്രവേശന പരീക്ഷ എഴുതാനായിട്ട് അവിടെ പരിശീലന കേന്ദ്രത്തിൽ പോയി. പരിശീലന കേന്ദ്രത്തിൻ്റെ വഴി മാറി സുഭാഷ് പാർക്കിലും രാജേന്ദ്ര മൈതാനത്തും മുകളിലോട്ട് കിടന്ന് വായിച്ച പുസ്തകങ്ങളും ആ ഭാഗം വേണ്ട ജീവിതത്തിലും തീരുമാനിച്ചു. അത് പക്ഷെ നമ്മൾ തമ്മിൽ പങ്കുവയ്ക്കാത്ത അനുഭവമാണ്. പുസ്തകം വായിച്ചപ്പോഴാണ് അത് മനസ്സിലായി. പൂനെയിലേക്ക് അഭിഭാഷകനാകാൻ പഠിക്കാൻ പോയ യാത്ര എനിക്ക് കൂടി അറിയാവുന്നതാണ്. അത് അനിൽ ഉള്ളതുകൊണ്ടും സുരേഷൊക്കെ അന്ന് പൂനെ നിയമ വിദ്യാർത്ഥികളാണ്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അതും കഴിഞ്ഞിങ്ങോട്ട് വന്നു. ഞങ്ങൾ ഒരേ കാലം SFI ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്നു. എനിക്ക് മുമ്പ് SFI വൈസ് പ്രസിഡൻ്റായിരുന്നു സുനിൽ. പിന്നെയാണ് ഞാൻ ആ ചുമതല എടുത്ത്. പിന്നെ ഞാൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ സുനിൽ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ റിപ്പോർട്ട് എഴുതുമ്പോൾ എല്ലാ റിപ്പോർട്ടിലും പ്രവർത്തനത്തിനോടൊപ്പം തന്നെ ബ്രിട്ടോയ്ക്കുള്ളൊരു അഭിവാദ്യം ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു, സുനിലെ അത് സുനിൽ തന്നെ എഴുതിക്കൊള്ളണം. അപ്പോൾ സുനിലാണെന്നും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ആൽമര തണലേകുന്ന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സുനിലിൻ്റെ അന്നത്തെ എഴുത്തിൻ്റെ രീതികൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചില റിപ്പോർട്ടിൻ്റെ ചില ഭാഗങ്ങൾ ജീവൻ അത്ര വേണ്ടാത്ത കണക്കുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എഴുതുമ്പോൾ കുറേ കൂടി വൈകാരിക തലമുള്ള അത്തരം കാര്യങ്ങൾ റിപ്പോർട്ടിൻ്റെ ഭാഗമായി അന്ന് സുനിൽ എഴുതാറുണ്ട്. പിന്നെ ഞാൻ ഈ കോവിഡ് കാലഘട്ടത്തിൽ മാനിഫെസ്റ്റോയെക്കുറിച്ച് പ്രഭാഷണം നടത്തിയപ്പോൾ അതൊരു പുസ്തകമാക്കാൻ തീരുമാനിച്ചു. ആ പുസ്തക പ്രസാധനത്തിലും ഉള്ളടക്കം പോലെ തന്നെ നല്ല നൂതന ചിന്തകളുള്ള ആളാണ് ഇപ്പോൾ ചിന്തയുടെ എഡിറ്ററായി പ്രവർത്തിക്കുന്ന രഞ്ജിത്ത്. അന്ന് ഞങ്ങളുടെ SFI കാലത്ത് രഞ്ജിത്ത് അവിടെ ചിന്ത എഡിറ്റോറിയൽ ബോർഡിലേക്ക് യൂണിവേഴ്സിറ്റി യൂണിയൻ സെക്രട്ടറി ആയിരുന്നു.
സുനിലിനൊക്കെ ശേഷമായിരിക്കും അല്ലേ, ഒരു യൂണിവേഴ്സിറ്റി സെക്രട്ടറിക്ക് രഞ്ജിത്ത്. അപ്പോൾ ഓരോ അധ്യായത്തിന് താഴെ വീഡിയോയുടെ QR കോഡ് കൊടുക്കാൻ തോന്നും. അപ്പോൾ ഞങ്ങളുടെ ചർച്ചയിൽ നമുക്ക് മാനിഫെസ്റ്റോ ഒന്ന് വായിച്ചാലോ, അപ്പോൾ സുനിലിനെ കൊണ്ടൊന്ന് വായിപ്പിച്ചാലോ. അപ്പോൾ സുനിലിന് സമയം കുറവുള്ള ദിവസം, അപ്പോൾ ഞാൻ സുനിലിനോട് നമുക്ക് എല്ലാ അടുപ്പം വെച്ച് തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു ചിന്തയുണ്ട്. സുനിൽ അപ്പം തന്നെ തയ്യാറായി. അപ്പോൾ ഞാൻ സുനിലിനോട് പറഞ്ഞത് സൗകര്യം പോലെ എപ്പോഴെങ്കിലും ദേശാമനി സ്റ്റുഡിയോ ഉണ്ട്, 1 മണിക്കൂറോ അരമണിക്കൂറോ കിട്ടുന്ന സമയം പോകുന്ന വഴിക്ക് ഇറങ്ങി വായിച്ചാൽ മതി. പക്ഷേ സുനിൽ ഒറ്റ ഇരിപ്പിലാണ് 2 മണിക്കൂർ എടുത്ത് അല്ലേ മാനിഫെസ്റ്റോയുടെ മുഴുവൻ നിങ്ങൾ കേൾക്കേണ്ടതാണ്. എൻ്റെ പുസ്തകത്തിൻ്റെ QR കോഡിലുണ്ട്. അതുവരെ വായിച്ച മാനിഫെസ്റ്റോയല്ല, കേൾക്കുന്ന മാനിഫെസ്റ്റോ. ഒരു സംഗീതം പോലെ ചിമിഴിലൊതുക്കപ്പെട്ട വാക്കുകളുടെ അസാധാരണമായ താളത്തിൽ ആഴത്തിലുള്ള ഒരു ദർശനവും വിപ്ലവ ചിന്തയും നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് നമ്മൾ വേണ്ടെന്ന് വെച്ചാലും ഉറപ്പിക്കുന്ന ഒരു വായനയായിരുന്നു. അതെനിക്ക് തോന്നുന്നു മാനിഫെസ്റ്റോ മലയാളത്തിൽ കുറേ കൂടി പ്രചരിപ്പിക്കുന്നതിൽ ആ വായന വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. അപ്പോൾ സുനിലിൻ്റെ ഒരു പുസ്തകം, പല പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ഓർമ്മകളും മനുഷ്യരും, ശരിക്കും ഒരു ആത്മകഥനത്തിൻ്റെതാണ്, ഒരു ആത്മകഥ തന്നെയാണത്. പല സുനിലെന്ന ഇന്ന് നാം കാണുന്ന ആളെ രൂപപ്പെടുത്തിയ എല്ലാ ഘടകങ്ങളും വ്യത്യസ്ത അളവിൽ ഇതിൽ ഇഴചേർത്തിട്ടുണ്ട്. ചിലത് ഇത്ര മതിയോ എന്ന് നമുക്ക് തോന്നുമായിരിക്കാം, ചിലത് കുറേ കൂടി ഇല്ലേ എന്ന് തോന്നുമായിരിക്കാം. പക്ഷേ ഈ കോളത്തിനകത്ത് നിന്നിട്ടാണ് എഴുതുന്നത്. കോളത്തിനെപ്പോഴും പരിമിതിയുണ്ട്, എന്നാൽ കോളത്തിനൊരു സാധ്യതയുണ്ട്. ഞാൻ ദേശാഭിമാനിയിൽ കുറച്ചു കാലം കോളം എഴുതിയിരുന്നു, കാഴ്ചപ്പാട് വാരികയിൽ. അന്ന് IV ദാസ് മാഷാണ് എഡിറ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞു മാഷ് നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഞാൻ പത്രത്തിൻ്റെ മറ്റു തിരക്കുകളൊക്കെ ഉള്ള അപ്പോൾ EMS ഇല്ലാത്ത തിരക്ക് തനിക്കുണ്ടോ? EMS കോൾ എത്ര എഴുതിയിട്ടുണ്ട്. അങ്ങനെ ദാസ് മാഷ നിർബന്ധത്തിൽ ഞാൻ കോൾ എഴുതി. പക്ഷേ കോൾ എഴുതുമ്പോൾ ഒരു ഗുണം, നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കും, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കും. അനിവാര്യമായ എഴുത്താണ്, ഒഴിവാക്കാൻ കഴിയില്ല. ഡെഡ് ലൈനുകൾ ഉണ്ടാവും. കൃത്യമായ അളവിൽ എഴുതാൻ ശീലിക്കും. അപ്പോൾ സുനിലിൻ്റെ കൃത്യമായ അളവാണെന്ന് പറയാൻ കഴിയില്ല, എങ്കിലും വിഷയത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അളവ് ചിലപ്പോൾ കയറിയിറങ്ങാറുണ്ടായിരിക്കാം. പക്ഷെ അതിൻ്റെ പരിമിതി ഈ പുസ്തകത്തിൽ അങ്ങനെ നമുക്ക് ബോധ്യപ്പെടുന്നില്ല. ഒരു കോളത്തിലൂടെയുള്ള ലേഖനങ്ങളുടെ സമാഹാരമാണെന്ന് പുസ്തക വായനയിൽ നമുക്ക് അനുഭവേദ്യമാകില്ല. പുസ്തകം സുനിൽ എന്ന വ്യക്തിയുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക ഘടകങ്ങളാകെ വിളക്കി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ദീർഘമായി എല്ലാ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, ഒത്തിരിയേറെ ആളുകൾ പ്രസംഗിക്കാറുണ്ട്. ഓർമ്മകൾ സുനിൽ തന്നെ മാർക്കസിൻ്റെ മനോഹരമായ ഉദ്ധരണിയോടെയാണ് ആരംഭിക്കുന്നത്. ജീവിതം എന്നുള്ളത് നടന്നതല്ല, സംഭവിച്ചതല്ല, ഓർത്തെടുക്കുന്നതും ഓർത്തെടുക്കാൻ കഴിയുന്നതുമാണ് എന്ന മാർക്കസിൻ്റെ മനോഹരമായ വാചകങ്ങളിലൂടെയാണ് ഓർക്കുന്നത്. ഇപ്പോൾ പുറത്തിറങ്ങിയ അജയ് മാങ്ങാട്ടിൻ്റെ പുതിയ ദേഹം, അതിൽ ഓർമ്മകളെക്കുറിച്ചുള്ള WG സോബ്സിൻ്റെ പേര് ഓർത്തു വയ്ക്കുന്നുണ്ട്. WG സോബ്സ് വളരെ 57 വയസ്സോ മറ്റോ ജീവിച്ചിരുന്ന, യാത്ര പോകാമെന്ന് ഉറപ്പുണ്ടെന്ന് കരുതി സ്വയം പറഞ്ഞിരുന്നു. അധികം വൈകാതെ യാത്ര പോകാനുള്ളൊരാൾ, എന്നുവെച്ചാൽ ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും മരിക്കാം എന്ന് കരുതി യാത്ര പോകുമെന്ന് ഉറപ്പുള്ളൊരാൾ ആയിട്ട് സ്വയം വിശേഷിപ്പിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം. ഓർമ്മകളെക്കുറിച്ച് പറയുന്നത് യഥാർത്ഥത്തിൽ ഓർമ്മകൾ മാസങ്ങളോളം വർഷങ്ങളോളം നമ്മുടെ മനസ്സിലിങ്ങനെ ഉറങ്ങിക്കിടക്കും. ചിലപ്പോൾ നാം അറിയാതെയുള്ള പെട്ടെന്ന് ചെറിയ ലളിതം അത് പെരുകിക്കൊണ്ടേയിരിക്കും. എന്നാൽ നിസാരമായ ഒരു കാരണം കൊണ്ട് നമ്മളെ ഉണർത്തും, ചിലപ്പോൾ എടുത്തുലയ്ക്കും, അസ്വസ്ഥതകളിലേക്കും അന്ധതയിലേക്കും ജീവിതത്തെ വലിച്ചെറിയും, ചിലപ്പോൾ പ്രകാശത്തിലേക്ക് ജീവിതത്തെ വലിച്ചടിപ്പിക്കും. ഇതിൻ്റെ ഭാരം എങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതിൽ നിന്ന് എങ്ങനെയാണ് നാം മറികടക്കുന്നത്? ഒരു വഴിയേയുള്ളൂ, എഴുത്ത് മാത്രമാണ്. ഓർമ്മകൾ എഴുതുമ്പോഴാണ് നാം അതിനെ മറികടക്കുന്നത്, അതിജീവിക്കുന്നത്. ആ ഒരു അതിജീവനം ഇവിടെ ഈ കുറിപ്പുകളിൽ സുനിലും നിർവഹിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും പരിചിതനായ ആനന്ദ് തെൽദുത്ത, നമ്മുടെ അംബേദ്കറുടെ ചെറുമകളുടെ ഭർത്താവ്, IIT പ്രൊഫസറായിരുന്നു, IIT അലുമിനി ആയിരുന്നു, CEO ആയിരുന്നു. പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടു. എങ്ങനെയാണ് ജയിൽ ജീവിതത്തിൽ മറികടന്നതെന്ന് ജയിൽ വിമോചിതനായതിനു ശേഷമുള്ള ഒരു അഭിമുഖത്തിൽ ആനന്ദ് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ ആദ്യം വായിക്കാൻ നോക്കി. എന്നെപ്പോലൊരാൾ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നേയില്ല. ഒരു വലിയ കമ്പനിയുടെ CEO ആയിരുന്ന ആൾ, IIT പഠിച്ചയാൾ, IIM പഠിച്ചയാൾ,
IIT ഖരഗ്പൂരിൽ അധ്യാപകനായ ഒരാൾ, പക്ഷേ പെട്ടെന്നൊരു ദിവസം ജയിലിൽ അടയ്ക്കപ്പെടുകയാണ്. അതിനോട് എങ്ങനെ താതാത്മ്യം പ്രാപിക്കും? എങ്ങനെയാണ് ഇത് മറികടക്കുന്നത്? ഈ സംഘർഷമായ അനുഭവങ്ങളിൽ നിന്ന് വായിച്ചുകൊണ്ട് എനിക്കതിനെ മറികടക്കാൻ പറ്റിയില്ല. കിട്ടിയ പുസ്തകങ്ങൾ അവസാനം ഞാൻ തീരുമാനിച്ചു, എഴുതുക തന്നെയാണ് വഴി. അതിനു മുമ്പ് ഒന്നും എഴുതിയിരുന്നില്ല അങ്ങനെ. പക്ഷേ ആ ജയിൽ ജീവിതത്തിൽ 4 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതുകയുണ്ടായി. ഒന്ന് അംബേദ്കറോടുള്ള നീണ്ട കത്താണ്. നേരത്തെ പറഞ്ഞ നമ്മുടെ WJ സോൾട്സിൻ്റെ നോവലിലെ ഒരു വാചകത്തിൽ 9 പേജുകളാണ് ഒറ്റ വാചകം കിടക്കുന്നത്. അപ്പോൾ ആ ഓർമ്മകൾ എങ്ങനെ സുനിലിനെ രൂപപ്പെടുത്തിയെന്ന് ഈ പുസ്തകത്തിൽ നമുക്കറിയാം. വ്യക്തി, ഒത്തിരിയേറെ വ്യക്തികൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. അതിൽ ഞങ്ങളെല്ലാവരും പല ഘട്ടങ്ങളിൽ വരുന്നുണ്ട്. എന്നാൽ ഞാൻ നോക്കിയപ്പോൾ മാനന്തവാടിയിൽ രാവിലെ ചായ കുടിക്കാനിരിക്കുന്ന സന്ദർഭത്തിൽ എല്ലാ ദാരിദ്ര്യവും ഒരു ആൾരൂപമായി നിൽക്കുന്ന ആ ചായക്കടക്കാരനുമായി അവിടെ ഇരുന്ന് രാവിലെ സംസാരിക്കുമ്പോൾ ചെറിയ വാചകങ്ങളിലൂടെയാണ്. എല്ലാ ദുഃഖവും ഒരാൾ രൂപമാണെന്ന് തോന്നുന്നു. ക്ലേശകരമായ ജീവിതത്തെ എല്ലാം ശരിക്കും വരച്ചു വച്ചിട്ടുള്ള ആ മനുഷ്യനുമായി സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഇവിടെ പേഴ്സ് മാഷുണ്ട്, ഇടപ്പള്ളി കേസിൽ കൊല്ലപ്പെട്ട പോലീസുകാരൻ്റെ ഒരു അടുത്ത ബന്ധുവാണ്. ആ സംഭവത്തിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് പോയതാണ്. അപ്പോൾ അതിൻ്റെ മറുവശം കാണുകയാണ്. ഒരു ചെറിയ വാചകത്തിലാണ് അത് കിടക്കുന്നത്. ഇങ്ങനെയുള്ള ചെറിയ അനുഭവങ്ങളിലൂടെ തന്നെ വിശാലമായതിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതിൻ്റെ വ്യക്തികളെല്ലാം വരുന്നുണ്ട്. ഓരോ വ്യക്തികളും എങ്ങനെ തൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നു. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു സുനിലിൻ്റെ ഒരു പ്രഭാഷണത്തിൽ അടുത്തിടെ ഏറ്റവും കൂടുതൽ കളിയാക്കാൻ ഉപയോഗിച്ചൊരു ഭാഗമുണ്ട്. നിങ്ങൾ എന്നെ കാണുന്നത് നിങ്ങളിലൂടെയാണ്, നിങ്ങളെ ഞാൻ കാണുന്നത് എന്നിലൂടെയാണ്. യഥാർത്ഥത്തിൽ യൂട്യൂബിന് കുറേ സൗകര്യമുണ്ട്, നമ്മുടെ എല്ലായിടത്തേക്ക് എത്തിക്കും. പിന്നെ ചിലത് മാത്രം അടർത്തിയെടുത്ത് വല്ലാത്ത രൂപത്തിൽ അവതരിപ്പിക്കും. അപ്പം ഞാൻ തന്നെ എൻ്റെ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, ഈ മുതലാളിത്തമാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം അതിനു മുൻപ് സാങ്കേതിക വൈദഗ്ധ്യമുള്ള തൊഴിലാളി ആവശ്യമില്ല ഉൽപ്പാദനത്തിന്. എന്നാൽ മുതലാളിത്തത്തിലേക്ക് വരുമ്പോൾ ഇത് മുതലാളിത്തത്തിലൂടെ ആവശ്യമാണ്. പിന്നെ അവർ കൈയൊഴിഞ്ഞു. ഇങ്ങനെയാണ്. പക്ഷേ ഇത് എപ്പോഴും എൻ്റെ ഏത് പോസ്റ്റിന് അടിയിൽ വരും. അപ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസം മുതലാളിത്തം. മാർക്സിൻ്റെ മാനിഫെസ്റ്റോയിൽ ഒരു ഒറ്റ വാചകം കിടക്കുന്നുണ്ട്. പാരഗ്രാഫായി തന്നെ കിടക്കുന്നൊരു വാചകം. ബൂർഷ്വാസി ഹിസ്റ്റോറിക്കലി ഹാസ് പ്ലേഡ് എ മോസ്റ്റ് റെവല്യൂഷണറി റോൾ. ഒറ്റ വാചകമാണ്, ഒരു പാരഗ്രാഫാണ് ഒരു വാചകം. ബൂർഷ്വാസി ഹിസ്റ്റോറിക്കലി ഹാസ് പ്ലേഡ് എ മോസ്റ്റ് റെവല്യൂഷണറി റോൾ. ചരിത്രപരമായി ബൂർഷ്വാസി ഏറ്റവും വിപ്ലവകരമായ ദൗത്യമാണ് നിർവഹിച്ചത്. മാർക്സ് ഒരു ബൂർഷ്വാ പിന്തിരിപ്പനാണല്ലോ എന്നായിരിക്കും ഒറ്റ വാചകം എടുത്താൽ തോന്നുക. കാരണം ഇത്രയും ചരിത്രപരമായി മോസ്റ്റ് റെവല്യൂഷണറി റോൾ എന്നാണ്. വെറും റെവല്യൂഷണറി റോൾ എന്നല്ല മാർക്സ് പറഞ്ഞത്, മോസ്റ്റ് റെവല്യൂഷണറി റോൾ. മോസ്റ്റ് റെവല്യൂഷണറി റോൾ, ഏറ്റവും വിപ്ലവകരമായ ദൗത്യം. അത് ശരിയായ നിരീക്ഷണമാണ്. അതേവരെയാണ്. അതുവരെ ഹിസ്റ്ററി അവിടെ അതുവരെയുള്ള ഹിസ്റ്റോറിക്കലി എന്നുള്ളത് നാളെയുമായി ബന്ധപ്പെട്ടല്ല, ചരിത്രപരമായി. ഈ ചരിത്രം ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്. മാർക്സ് എഴുതിയത് ബൂർഷ്വാസി ഹാസ് പ്ലേഡ് മോസ്റ്റ് റെവല്യൂഷണറി റോൾ എന്നാണെങ്കിൽ പ്രശ്നമായി. ബൂർഷ്വാസി ഹിസ്റ്റോറിക്കലി ഹാസ് പ്ലേഡ് എ മോസ്റ്റ് റെവല്യൂഷണറി റോൾ, ചരിത്രപരമായി. പിന്നെ അതിനേക്കാളും മുന്നോട്ട് പോകുന്നത് സോഷ്യലിസം. ഇതെല്ലാം പിന്നീടാണ്. എന്നാൽ അതിനുശേഷം പറയുന്നുണ്ട് ഫ്യൂഡലിസത്തെയും പുരുഷാധിപത്യത്തെയും എല്ലാം വലിച്ചെറിയുന്നതിൽ ബൂർഷ്വാസി വിപ്ലവകരമായ ദൗത്യം നിർവഹിച്ചു. സുനിലിനെ ഇവിടെ ഇരിക്കുന്ന നേരത്തെ സ്വാഗത പ്രാസംഗിക ആനുഷംഗികമായിട്ടാണെങ്കിലും പരാമർശിച്ചു പോയല്ലോ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അവരവരുടെ ഓർമ്മകളിൽ ഒരു സുനിലുണ്ടെന്നുള്ളത്. അപ്പം ഞാൻ സുനിലിനെ കാണുന്ന പോലെയല്ല നിങ്ങൾ ഞാൻ സുനിലിനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാനുണ്ട്. കാരണം എൻ്റെ അനുഭവങ്ങളുടെ പരിസരത്ത് നിന്നിട്ടാണ് ഞാൻ സുനിലിനെ കാണുന്നത്. ഞാൻ വായിക്കുന്നതിൽ നിന്നും ഞാൻ അറിയുന്നതിൽ നിന്നും ഞാൻ സുനിലിനെ വായിച്ചെടുക്കുകയാണ്. സുനിൽ എന്നെ കാണുന്നതും നിങ്ങളിൽ പലരും കാണുന്ന പോലെ ആകില്ല. ഇത് വിശാലമായ ഒരു കാഴ്ചപ്പാടിനെയാണ് അതിമനോഹരമായി അവതരിപ്പിക്കുന്നത്. എന്നാൽ ഒരു കഷ്ണം അടർത്തി എടുത്തിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ രീതി എന്ന് പറയുകയാണ്. അപ്പോൾ ഓരോ വ്യക്തിയും എങ്ങനെ തന്നെ രൂപപ്പെടുത്തുന്നു. അത് ഇവിടെ പറഞ്ഞ ചെത്ത് തൊഴിലാളിയുടെ ഓഫീസിലെ ജോഷി ചേട്ടനാണ് പുസ്തകം പ്രകാശിപ്പിച്ചത്. സഹ ബേബിയുടെയും സഹ ശർമ്മയുടെയും എല്ലാം പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും പല ഘട്ടങ്ങളിൽ പല അധ്യായങ്ങളിൽ വന്നു പോകുന്നുണ്ട്. അങ്ങനെ അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ എല്ലാ മനുഷ്യരും
ഇതിനകത്തേക്ക് കടന്നു വരുന്നുണ്ട്. അവരിൽ ഓരോരുത്തരും സുനിലിനെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ടായിരിക്കും. സഖാവ് എന്ന പദത്തിൻ്റെ ആഴത്തിലുള്ള അർത്ഥം തിരിച്ചറിഞ്ഞത് എവിടെയാണെന്നൊരു പേജിൽ സുനിൽ വിശദീകരിക്കുന്നുണ്ട്. അത് വിദ്യാർത്ഥി ജീവിതകാലത്തിൻ്റെ സംഘർഷങ്ങൾക്കിടയിലോ മറ്റോ ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്ന ബസ് അത് തടഞ്ഞ് ആളുകൾ നോക്കുമ്പോൾ അന്ന് ആ ബസ്സിൽ സുനിലില്ല. എന്നാൽ പിറ്റേ ദിവസം കണ്ണൂരിലുള്ള ഒരു ഡ്രൈവറാണ്, കൃഷ്ണൻ എന്ന മറ്റോ പേര്, അദ്ദേഹമാണ് അത് ഓടിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇന്നലെ ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു, പക്ഷെ എന്നെ കളഞ്ഞിട്ട് സഖാവിനെ തൊടാൻ സമ്മതിക്കുമായിരുന്നു. അതിൽ നിന്നാണ് ആ സഖാവ് എന്ന പദത്തിൻ്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കുക. അപ്പോൾ സ്വാഭാവിക പുസ്തകത്തിൽ നല്ലത് ഇത്രയും മാത്രം ദാർശനികമായി പ്രശ്നങ്ങളെ സമീപിക്കുന്ന ഒരാൾ, ഞാൻ ഈ പദത്തിൻ്റെ ആഴത്തിലുള്ള അർത്ഥം തിരിച്ചറിഞ്ഞത് ഈ അറിയപ്പെടാത്ത ഒരു വ്യക്തിയുടെ ഈ പ്രതികരണത്തിൽ നിന്നാണ്. ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. വ്യക്തികൾ, പിന്നെ സ്ഥാപനങ്ങൾ. അതിൽ ഇപ്പോൾ സ്ഥാപനങ്ങൾ, കോളേജുണ്ട്, മാലിങ്കര കോളേജുണ്ട്, മഹാരാജാസ് ഉണ്ട്. മഹാരാജാസിലൊരു അതും ആധിപത്യത്തിൻ്റെ ഇടമാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു എന്നൊരു പ്രയോഗവും അവിടെ കിടക്കുന്നത്. ക്യാമ്പസുകളിലെല്ലാം അത്തരത്തിലുള്ള സർഗാത്മകതയുടെ കേന്ദ്രമെന്ന് പറയുന്നിടത്ത് തന്നെ എങ്ങനെയാണ് ചില വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. മാലിങ്കര കോളേജിൻ്റെ അനുഭവം, ദേശാഭിമാനി, അതുപോലെ ലക്ഷ്മി കോളേജ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എങ്ങനെ സുനിലിന് രൂപപ്പെടുത്തി. അവസാനം കാലടി സംസ്കൃത സർവകലാശാല. ഓരോ ഘട്ടവും എങ്ങനെ രൂപപ്പെടുത്തുവാൻ സംഭാവന ചെയ്തു. ഏത് തലത്തിലാണത്? ചിലത് സാംസ്കാരികമാകാം, ചിലത് രാഷ്ട്രീയമാകാം, ചിലത് ദാർശനികമാകാം, ചിലത് തൻ്റെ പ്രഭാഷണ കലയെ രൂപപ്പെടുത്തുന്നതിലാകാം. ഇതിലെല്ലാം ഓരോ സ്ഥാപനങ്ങൾ എങ്ങനെ സംഭാവന ചെയ്തു അത് അതിമനോഹരമായി തന്നെ പല അധ്യായങ്ങളിലൂടെ സുനിലിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രസ്ഥാനം, വിദ്യാർത്ഥി പ്രസ്ഥാനം, അതോടൊപ്പം തന്നെ CPIM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ച ഒരു സമ്മേളന കാലയളവും പിന്നീടുള്ള സമ്മേളനത്തിൻ്റെ ഒരു ചെറിയ കാലവും, അതോടൊപ്പം തന്നെ അധ്യാപക സംഘടനാ കാലം. അതിൽ തന്നെ പ്രധാനമാണ് വ്യക്തികളിൽ നമ്മളിപ്പോഴും പരാമർശിക്കപ്പെടേണ്ട ഒരു പേര് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, പണിക്കർ സാർ. ഒരു ദിവസം പണിക്കർ സാർ ഒരു റാഡിക്കൽ എന്നതിൻ്റെ നല്ല മലയാളം എന്താണ് അത് പോരാ, അതിന് ശരിക്കൊരു മലയാളം ഇല്ല. അപ്പോൾ പണിക്കർ സാറെല്ലാം നമ്മുടെ ചർച്ചകളിൽ തുല്യതയോടുകൂടിയാണ്. അത് അദ്ദേഹം പറയുന്നുണ്ട്. ജനാധിപത്യം എന്നുള്ളതൊരു വിഷയം, അതിൽ നിന്ന് അപ്പുറത്തേക്ക് എങ്ങനെ ചർച്ചകളുടെ തലങ്ങളിലേക്ക് കൂടി വരുന്നു. അത് ഡൽഹിയിലെ സെമിനാറിലും അദ്ദേഹം ഐജാസൊക്കെ ആയിട്ടുള്ള പ്രഭാത് പട്നായിക്കും ഒക്കെ പങ്കെടുത്ത സെമിനാറിൽ തൻ്റെ പ്രബന്ധം വായിച്ചിട്ടുള്ള അവരുടെ ചർച്ചകൾ ഓർത്തെടുക്കുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്ഥാപനങ്ങൾ എങ്ങനെ സുനിൽ എന്ന വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. അതിലൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, മഹാരാജാസിനെ കുറിച്ച് പറയുന്ന ഭാഗത്തൊരു പ്രയോഗമുണ്ട്. എനിക്ക് അങ്ങനെ കാൽപ്പനിക ഗൃഹാതുരത്വമില്ല ഒന്നിനോടും. അതിനോട് മാത്രമല്ല, അപ്പോൾ ഓർമ്മകളിൽ അഭിരമിക്കുകയും ഒരേ സമയത്ത് ഡിറ്റാച്ച് ചെയ്യുകയും ചെയ്യുക, ഒരു വൈരുദ്ധ്യാത്മകമായ രീതിയാണ്. ഓർമ്മകളിൽ നിന്ന് ഊർജം സംഭരിക്കുക, ഓർമ്മകളിൽ നിന്ന് അകന്ന് നിൽക്കുക. അത് ഇതിനകത്തെല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഒരു കാൽപ്പനിക നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഗൃഹാതുരത്വത്തിൻ്റെതായ ആ തലങ്ങളിലല്ല ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഇടപെടലുകളുടെ ഊർജ്ജം സംഭരിക്കാൻ, പുതിയ കാലത്തോട് സംവദിക്കാൻ, അതിനാവശ്യമായ അതിൽ കെട്ടുപിടങ്ങി കിടക്കല്ല ചെയ്യുന്നത്, അതിൽ നിന്ന് മുന്നോട്ട് സഞ്ചരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സ്ഥലങ്ങൾ വരുന്നുണ്ട്, എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നെ പ്രഭാഷണം, എങ്ങനെ പ്രഭാഷകനായി മാറി, വിജയ മാസ്റ്ററും അഴീക്കോട് മാസ്റ്റർ, ഇങ്ങനെ പലതിൽ നിന്ന് എങ്ങനെ പ്രഭാഷണമായി മാറി. ഞങ്ങളൊക്കെ ചിലപ്പോൾ ഗർജിറ്റ് പ്രസംഗിക്കുന്നവരാണ്. അതിൻ്റെ അപകടം എന്താണ്? അവിടെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ആൾ പോലും അഴീക്കോട് മാസ്റ്റർ ഇങ്ങോട്ട് അടുപ്പിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ പുസ്തക പ്രകാശനത്തിൽ സാനു മാഷ് എന്ന ചെറുപ്പക്കാരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം കേട്ട് ഞങ്ങളെന്നെ അത്ഭുതപ്പെട്ടു പോയി. എന്തെല്ലാം കാര്യങ്ങളാണ് ഓർമ്മയിൽ നിന്ന് എടുത്ത് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. അതുപോലെ ലീലാവതി ടീച്ചർ. അപ്പോൾ ഒരു ടീച്ചറുടെ ഭർത്താവിൻ്റെ പേരിൽ ഒരു അവാർഡ് വാങ്ങിക്കാൻ പോയി. അപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, രാജീവ് ഇവരൊക്കെ കൊണ്ട് ഭാര്യയും മക്കളൊക്കെ ആയിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വൈഫ് പുറകിലിരിപ്പുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണ് എന്നത്, പുറകിൽ അവരുണ്ട്. അപ്പോൾ ടീച്ചർ ഇങ്ങനെയൊക്കെ എന്നിട്ട് ഇവിടെ വാണി വന്നിട്ടുണ്ടോ, ഹൃദ്യ വന്നിട്ടുണ്ടോ, ഓരോരുത്തരുടെ പേര് പറയാണ്. അപ്പോൾ അങ്ങനെ അടുപ്പം ഇവർക്കൊന്നും ടീച്ചറായിട്ടില്ല, പക്ഷേ ടീച്ചറുടെ ഓർമ്മയുടെ ആ ഷാർപ്പ്നെസ് നമ്മൾ അമ്പരന്ന് പോകും. അപ്പോൾ അത് സാനു മാസ്റ്റർ പ്രഭാഷണങ്ങൾ നമുക്കറിയാം. സുനിലിൻ്റെ പ്രഭാഷണത്തിൻ്റെ പല ഘട്ടങ്ങളുണ്ട്. അതിങ്ങനെ ഒരു വിഷയത്തെ ആഴത്തിൽ മനസ്സിലാക്കുന്നതോടുകൂടി എഴുത്തും വർത്തമാനവും ലളിതമായി തീരും. ഏറ്റവും ലളിതമായി മലയാളത്തിൽ എഴുതുന്ന ആളുകളിൽ ഒരാൾ EMS ആയിരുന്നു.
ചിലപ്പോൾ EMS ഇവരൊക്കെ എഴുതുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് ചിലരുടെ എഴുത്തിനെ പരാമർശിച്ച് EMS തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രമാത്രം സങ്കീർണതകളിലൂടെ. അപ്പോൾ നമുക്ക് മനസ്സിലായാലേ ലളിതമായിട്ട് എഴുതാൻ കഴിയുള്ളൂ. നമുക്ക് മനസ്സിലാകാത്ത വിഷയമാണെങ്കിൽ വായിക്കുന്ന ആൾക്കും മനസ്സിലാകാത്ത രൂപത്തിൽ തന്നെയായിരിക്കും നമ്മളുടെ എഴുത്ത്. സുനിലിൻ്റെ പ്രഭാഷണത്തിൻ്റെ പതുക്കെയുള്ള ആ വികാസ ഘട്ടങ്ങൾ എങ്ങനെ ഒരു പ്രേക്ഷകനിലേക്ക് താൻ ഉദ്ദേശിക്കുന്ന ആശയത്തെ ശരിയായ രൂപത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നത്, ആ വളർച്ചാ ഘട്ടങ്ങൾ ഞങ്ങളുടെ എല്ലാം ഇപ്പോൾ അനൗൺസ്മെൻറ്റിന് പോവുക, തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അപ്പോൾ വിശേഷങ്ങൾ ചേർക്കുക, അങ്ങനെ പലതാണ്. അങ്ങനെയുള്ള ആ കാലം, അതിനുശേഷം തെരുവ് പ്രസംഗങ്ങൾ, തെരഞ്ഞെടുപ്പൊക്കെ ബന്ധപ്പെട്ട് പിന്നെ പതുക്കെ പ്രസംഗം, പ്രഭാഷണം ഇതിലേക്കൊക്കെ മാറി. ഇപ്പോൾ സുനിലിന് ലോകത്തെമ്പാടും കേൾവിക്കാരുണ്ട്. അതാണ്, ലോകത്തെവിടെ മലയാളിയുണ്ടോ അവിടെയെല്ലാം സുനിലിനെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ആ രൂപത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം മാറി. പ്രഭാഷണം വാക്കുകളുടെ ഒരു ഡയറിയല്ല, ചിലപ്പോൾ വാചകങ്ങളിങ്ങനെ ഒഴുകി വരും. നാം കേൾക്കുമ്പോൾ നല്ല ഒരു ആസ്വദിച്ചിരിക്കും, ഇറങ്ങുമ്പോഴേക്കും അതിൻ്റെ ആസ്വാദനത്തിൽ മാത്രം തീരും അവസാനം. നിങ്ങളിൽ എന്തെങ്കിലും അവശേഷിപ്പിക്കുന്നുണ്ടോ? എത്ര സമയം പ്രസംഗിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ മാർപ്പാപ്പ തന്നെ അച്ഛന്മാരോട്, ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പുരോഹിതന്മാർക്ക് ഒരു ഉപദേശം നൽകിയിട്ടുണ്ട്. പള്ളി പ്രസംഗം, ഞായറാഴ്ച പ്രസംഗങ്ങൾ 8 മിനിറ്റ് കൂടാൻ പാടില്ല, വിശ്വാസികൾ ഉറങ്ങുന്നുണ്ട്. പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും ബാധകമാണത്. വിശ്വാസികൾ ഉറങ്ങുന്നുണ്ട് എന്ന് അദ്ദേഹം തന്നെ. അവർ പിന്നെ മതത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇരുന്നെന്ന് വരും, നമ്മളങ്ങനെ ഇരുന്നെന്ന് വരില്ല. എന്നാൽ സുനിലിൻ്റെ വളരെ ഒരു ദിവസം കൊണ്ടല്ല, ദിവസങ്ങളോളം പ്രസംഗിക്കുകയാണ് സുനിൽ. ഇപ്പോൾ മഹാഭാരതത്തെക്കുറിച്ചുള്ള പ്രസംഗം അത് പിന്നീട് പ്രഭാഷണ പുസ്തകമായി മാറുന്നു. അടുത്തൊരു കുമാരനാശൻ്റെ കാവ്യപ്രപഞ്ചത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം, ഏംഗൽസിനെ കുറിച്ച്, അങ്ങനെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രസംഗം. നേരത്തെ അഴീക്കോട് മാഷാണ് അങ്ങനെ ദിവസങ്ങളോളം കലാനിലയം, നാടകം ഒക്കെ നടത്തുന്നവരെ തുടർച്ചയായിട്ട് പ്രസംഗം നടത്തിയത്. പക്ഷേ ഇപ്പോൾ ഈ സുനിലിൻ്റെ ഇതെല്ലാം പിന്നെ അങ്ങേയറ്റം ആശയങ്ങളുടേതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ദൗത്യം സുനിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഞാൻ അടയാളപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കൾച്ചറൽ പൊളിറ്റിക്സാണ്, സാംസ്കാരിക രാഷ്ട്രീയമാണ്. അതിൽ ഹിന്ദുത്വ ശക്തികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അതിനെങ്ങനെ പ്രതിരോധിക്കാം? അതിന് വിട്ടുകൊടുക്കലാണോ, എൻഗേജ് ചെയ്യലാണോ, അതിന് ശരിയായ രൂപത്തിൽ വായിച്ചെടുക്കലാണോ? അതാണ് സുനിൽ ഈ കഴിഞ്ഞ കുറേ കാലമായി മലയാളത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യമെങ്കിലും അത് കേരളത്തിൻ്റെയോ മലയാളത്തിൻ്റെയോ അതിരുകൾക്കകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഗുരുവിനെക്കുറിച്ചുള്ള ദർശനം ഒരു അനുകമ്പയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സുനിൽ ഗുരുവിനെ വീക്ഷിക്കുന്നത്. അതിൽ തന്നെ നിത്യചൈതന്യതി അദ്ദേഹം നേരത്തെ ഓരോ കാലത്ത് നമ്മൾ ഓരോ രൂപത്തിലാണല്ലോ വായിക്കുക ഗുരുവിനെ തന്നെ. അതെങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തമായി? ഒരു പക്ഷേ ഇന്നത്തെ ഇന്ത്യയിൽ ഏറ്റവും പ്രസക്തമായ ഒരു ദർശനം ശ്രീനാരായണ ഗുരു ദർശനമാണ്, പ്രധാനപ്പെട്ട ഒന്ന്. അതിനെ ആ രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അത് സുനിൽ പ്രഭാഷണത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ കൃഷ്ണ അത് സംഗീതത്തിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നു. അപ്പം അത്തരത്തിലുള്ള ഓരോ ഘട്ടങ്ങളും ഓരോ പ്രശ്നങ്ങളും ഈ ഘട്ടത്തിൽ നമ്മുടെ മനസ്സിലേക്ക് പൊതുബോധത്തിലേക്ക് കൊണ്ടുവരാൻ വളരെ ശക്തമായി പലതരത്തിലുള്ള വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് സുനിൽ ആ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ദാർശനികമായിട്ടുള്ള സംഭാവനകളുടെ അതും ഈ പുസ്തകത്തിൽ പല ഭാഗങ്ങളിലായി കിടക്കുന്നുണ്ട്. മാർക്സിസത്തെ എങ്ങനെയാണ് വായിക്കുന്നത്? ഞങ്ങൾ SFIക്ക് ആയിരിക്കുന്ന കാലത്തുനിന്ന് മാർക്സിന് ശേഷം എന്നൊരു ക്ലാസ് വച്ചിരുന്നു. TKR രാമേന്ദ്രനെയാണെന്ന് ക്ലാസ് എടുക്കാൻ വിളിച്ചത്. മാർക്സ് എങ്ങനെയാണ്, അതിനുശേഷമുള്ള മാർക്സിസ്റ്റ് ചിന്തകൾ എങ്ങനെ വികാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം സുനിലുള്ള വേദിയിൽ പറഞ്ഞു, ഇപ്പോൾ തോമസ് പിക്കറ്റി എഴുതിയ പുതിയ 2021 എഴുതിയ പുസ്തകത്തിൻ്റെ തലവാചകം തന്നെ ടൈം ഫോർ സോഷ്യലിസം എന്നുള്ളതാണ്. എൻ്റെ ആദ്യത്തെ അധ്യായം ലോങ് ലീവ് സോഷ്യലിസം. അതിൽ പിക്കറ്റി പറയുന്നുണ്ട്, ഒരു 2009 ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ പോകുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അങ്ങേറ്റം മോശമാണ്, ഒരു ബാഡ് ജോക്കായിട്ടേ കരുതുമായിരുന്നുള്ളൂ. പക്ഷെ കാലം ഇതാണ് ശരിയെന്ന് എന്നിലേക്ക് എത്തിച്ചിരിക്കുന്നു. മുതലാളിത്തത്തിന് മനുഷ്യൻ്റെയും സമൂഹത്തിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് ഈ ദശകങ്ങളിലെ അനുഭവങ്ങൾ കൂടുതൽ തെളിമയോടുകൂടി നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പിക്കറ്റി പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചിന്തകളെ ആകെ, അത് മാർക്സിസ്റ്റ് അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, പല ചിന്തകളെയും മാർക്സിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കാനും
ഒരു കെ ദാമോദരനാണോ പറഞ്ഞിരുന്നു, ക്രിട്ടിക്കൽ ഇൻസൈഡർ അല്ലേ, ആന്തരിക വിമർശകൻ. ചില ഘട്ടങ്ങളിൽ അങ്ങനെ വേണം, ക്രിട്ടിക്കൽ ഇൻസൈഡർ, ആന്തരിക വിമർശകൻ. മാർക്സിസം അങ്ങനെയാണ് ശക്തിപ്പെടുക, നിരന്തരം. അതൊരു മതപുസ്തകമല്ല, നിരന്തരം വികസിക്കേണ്ട ചിന്തയാണ്. പ്രയോഗത്തിൻ്റെ അനുഭവങ്ങളാൽ സിദ്ധാന്തത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് അതിന് ശരിയായി നിലനിൽക്കാൻ കഴിയുള്ളൂ. ആ ദൗത്യം പലതരങ്ങളിൽ പലരും നിർവഹിക്കുന്നുണ്ട്. ആ ദൗത്യത്തിൽ സുനിലിൻ്റേതായ സംഭാവനകളുണ്ട്, ഓരോരുത്തരെയും വായിച്ചെടുക്കും. അതേപോലെ തന്നെ യാത്രകൾ, ലോകത്തിലെ എല്ലായിടത്തേക്കുമുള്ള യാത്രകൾ, അതും ഇതിൽ പല ഭാഗങ്ങളിൽ. എനിക്കൊരു യാത്രകൾ മാത്രം ഒരു വലിയ പുസ്തകത്തിനുള്ള സ്കോപ്പുണ്ട്. യാത്രാ അനുഭവങ്ങൾ ആകെ ചേർത്ത് വെച്ചുകൊണ്ട്, അത് ഇടയ്ക്കൽ ഗുഹയാകാം, വത്തിക്കാനിലെ ചിത്ര മ്യൂസിയങ്ങൾ, അസിസ്റ്റന്റ് ചാപ്പലാകാം, ഇങ്ങനെയുള്ള പല ഇടങ്ങളിലൂടെയുള്ള യാത്രകളും അദ്ദേഹം അവതരിപ്പിക്കുന്നു. അതിലൂടെ കണ്ട മനുഷ്യരെയും ചെറിയ നഖചിത്രങ്ങൾ, രേഖാചിത്രങ്ങൾ അദ്ദേഹം വരച്ചിടുന്നുണ്ട്. അതുകൊണ്ട് സുനിലിൻ്റെ പുസ്തകം എല്ലാ തലങ്ങളിലും വളരെ വായിക്കപ്പെടേണ്ട ഒന്നാണ്. അദ്ദേഹത്തെ എങ്ങനെ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ വ്യക്തികളും സംഭവങ്ങളും ചരിത്രവും ദർശനവും എല്ലാം തന്നെ സംഭാവന നൽകി എന്നുള്ളത് ഈ പുസ്തകത്തിൽ മനോഹരമായി വിളക്കി ചേർത്തിരിക്കുന്നു. ഏറെ വായിക്കപ്പെടട്ടെ. ഇനിയും കുറേയേറെ പുസ്തകങ്ങൾ സുനിൽ നിന്ന് വരട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. അതിൽ ചിലത് മാർക്സിസത്തെക്കുറിച്ച് ഇനിയും കുറേ പുസ്തകങ്ങൾ എഴുതാവുന്ന ചിന്ത ഒരു വാചകത്തിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അതിനെയും അത്തരം പുസ്തകങ്ങൾ കൂടുതൽ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സംഗീതത്തെക്കുറിച്ച്, യേശുദാസിനെ കുറിച്ച് എഴുതിയതിൽ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോയില്ല എന്ന ഒരു സെൽഫ് ക്രിറ്റിസിസവും ഒരു ഭാഗത്ത് ഞാൻ കാണുകയുണ്ടായി. കേസരിയെക്കുറിച്ചുള്ള ഞങ്ങളൊക്കെ കുറെ കൂടി മനസ്സിലാക്കിയതും സുനിലിൻ്റെ എഴുത്തിലൂടെയാണ്. എം ഗോവിന്ദൊക്കെ സുനിലിൻ്റെ എഴുത്തിലൂടെ കുറെ കൂടി കേസരിയൊക്കെ തിരിച്ചറിയാൻ മലയാളിക്ക് സഹായിച്ചിട്ടുണ്ട്. അതിലും ഇനിയുമേറെ സുനിലിന് സംഭാവന ചെയ്യാൻ കഴിയും. ഇപ്പം നിരന്തരം എഴുതട്ടെ, നമ്മുടെ സമൂഹത്തെ കുറെ കൂടി സൗന്ദര്യാത്മകവും ചലനാത്മകവും രാഷ്ട്രീയാഭിമുഖ്യമുള്ളതുമാക്കി മാറ്റാൻ സുനിലിൻ്റെ ഇടപെടലുകൾ സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.